താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ മധു, ഭാർഗവീ നിലയം എത്ര പാട്ടാണ് അല്ലേ? അത് എത്ര നല്ല ഒരു കാലമായിരുന്നു, പാട്ടുകളുടെ ഒരു വസന്ത കാലമായിരുന്നു അത്. നമ്മളെ പണ്ട് ചായക്കടകളിലൊക്കെ പോകുമ്പോഴേ അവിടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ മനസ്സിലാവുമോ? ഇന്നിപ്പോ നമ്മുടെ പിള്ളേർക്ക് ഒരു ക്ലിക്കിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. റേഡിയോ കാലഘട്ടം വേറൊരു വൈബ് തന്നെയായിരുന്നു അല്ലേ? ഇതിനെ മാത്രമാണ് നമുക്ക് നൊസ്റ്റു എന്ന് പറയാൻ പറ്റുള്ളത് അല്ലേ? എത്ര കാലങ്ങൾ, എത്ര രീതികൾ. ഇതുപോലെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിരന്തരം പാട്ടുകൾ കേട്ടോണ്ടിരുന്നു. അതൊക്കെ ഓർമ്മ വരാണ്. ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുന്നില്ലേ? തീർച്ചയായിട്ടും. ചോദിക്കട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിത്തരാം. ഈ ചായക്കട വൈബ്, നമ്മൾ ചായ കുടിക്കുന്നു, പരിപ്പട വയ്ക്കുന്നു, ഫുൾ ഒരു ചായക്കട സെറ്റപ്പ്, അതിന് പറ്റുന്നൊരു പാട്ട് പാടിത്തരോ? പരിപ്പുവട. അത് വേണ്ട, ഒറ്റ കുത്തുവിടുന്നുണ്ട്. പെട്ടെന്ന് ഇളകി. ഒരു പുഷ്പം മാത്രമേ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയെ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, അരികിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മോദാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പഴയ പാട്ടുകളൊക്കെ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ? അതൊക്കെ ഒന്ന് ലൈവായിട്ട് കേൾക്കാൻ എന്തോ ഒരു വഴി. പരിപ്പുവട, കാപ്പി കാപ്പി, ചായ പരിപ്പുവട, കാപ്പി, നല്ല ചൂട് പരിപ്പുവട. പഴയ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ആരോ വന്നല്ലോ. ഇതാരാ? എവിടെയോ കണ്ട പോലെ ഉണ്ട്. നല്ല കണ്ടുപരിചയല്ലേ? നെഞ്ചി കുടിയിറക്കും ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ തങ്കങ്ങളെ, ചാനൽ മക്കളെ, ഞാൻ വണക്കം ചെയ്യുന്നു. ഇതാരാന്ന് പറയ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ സാധാ കുടുംബക്കാർ. എൻ പേര് മുരുകൻ. ഓ, ഉങ്ക പേര് മുരുകൻ. നിങ്ങൾക്ക് ലൈവായിട്ട് പഴയ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? വലിയ ആഗ്രഹമാണ്. അതെ, അത് പാടാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാണ്. ഓ, അതാണോ? അത് കലക്കിയല്ലോ. ഏത് പാട്ടാ? പരിപ്പുവട, പക്കുവട. അത് ശരി. എല്ലാവരും കഴിച്ചോ? ഇപ്പൊ പാടാൻ പറ്റിയ പാട്ടല്ലേ? എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യം നടന്നു. ലൈവായിട്ട് കേൾക്കാൻ പറ്റി. വേൽമുരുക ഹര ഹരോ ഹര. പരിപ്പുവട, പക്കുവട.
സൂപ്പർ